നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് LGBT. അതായത് ലെസ്ബിയൻ പറയാറുണ്ട്, ട്രാൻസ്ജെൻഡർ പറയാറുണ്ട്, ബൈസെക്ഷൽ പറയാറുണ്ട്. ഇങ്ങനെ കുറേ കമ്മ്യൂണിറ്റി ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ മാറി മാറി വരികയാണ്. പക്ഷേ ഇതിനുള്ള കാരണങ്ങൾ എന്താണ്? എന്തുകൊണ്ടായിരിക്കും ഇങ്ങനൊരു LGBTQ കമ്മ്യൂണിറ്റി ഇങ്ങനെ കൂടുതലാകുന്നത് എന്നൊരു വിഷയത്തെക്കുറിച്ച് നമുക്ക് അറിയേണ്ടതുണ്ട്. നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ KU കുഞ്ഞുമൊയ്തീൻ, ഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ്, ബിർള ഫെർട്ടിലിറ്റി, പെരിന്തൽമണ്ണ ആൻഡ് കോഴിക്കോട്. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഡോക്ടർ, ഞാനിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഈ ട്രാൻസ്ജെൻഡർ ആകുന്നു, അതുപോലെ പെണ്ണാണാകുന്നു, ആണ് പെണ്ണാകുന്നു. മുമ്പ് നമ്മൾ ഇത് മാത്രമേ കേട്ടിട്ടുള്ളൂ, ആണും പെണ്ണും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇപ്പോൾ ഒരുപാട് കേട്ടുവരുന്നത്? ഈ ട്രാൻസ്ജെൻഡർ എന്നുള്ളത് ഒരു വളരെയധികം അംഗീകരിക്കപ്പെട്ടിട്ടുള്ള, ഗവൺമെൻറ് തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു സെക്സ് കാറ്റഗറിയാണ് മെയിൽ ഫീമെയിൽ ട്രാൻസ്ജെൻഡർ. എല്ലാ ഗവൺമെൻറ് ആപ്ലിക്കേഷൻസിലൊക്കെ അത് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് രണ്ട് തരത്തിലാകാം. ഒന്ന്, ഒരു കുട്ടി ആണായാലും പെണ്ണായാലും വളർന്നു വരുന്ന സാഹചര്യത്തിൽ, അതായത് മൊത്തം അതിനെ നമ്മൾ എപ്പിജനറ്റിക് എന്ന് പറയും, പുറത്തുള്ള സാഹചര്യത്തിൽ അവർ വളർത്തുന്ന സാഹചര്യം ആവാം, അവർ ബാഹ്യമായിട്ട് അവരുടെ മാനസിക നിലയെ ബാധിക്കുന്ന കാര്യങ്ങളാവാം. അപ്പോൾ ഉദാഹരണത്തിന് ഒരു ആൺകുട്ടിക്ക് അവൻ പെൺകുട്ടിയാണ് എന്നുള്ളൊരു ബോധത്തോടു കൂടി വളരുമ്പോൾ അത്തരത്തിലുള്ള മാനസികാവസ്ഥ വരാം. അത് പെൺകുട്ടിക്കും അത്തരത്തിലുള്ളൊരു മാനസികാവസ്ഥ വരാം. അതായത് ഒരു പെൺകുട്ടിയായി ജനിച്ചു കഴിഞ്ഞാലും അവരെ ആണായിട്ട് വളർത്തുന്ന ഒരു രീതി. ഈ ഒരു അവസ്ഥയിൽ അത് മാനസികമായിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. അത് ബൈസെക്ഷൽ ആയാലും ലെസ്ബിയൻ ആയാലും ഗേ ആയാലും ഒക്കെ അത് മാനസികമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അതൊരു ജനറ്റിക് സിറ്റുവേഷൻ അവിടെ വരുന്നില്ല. അല്ലെങ്കിൽ വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവർക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളോ മറ്റേ അതിനെ മാറ്റിമറിച്ചിരിക്കാം. അപ്പോൾ ഇതെല്ലാം പലപ്പോഴും നമുക്ക് കൗൺസിലിങ്ങിൽ കൂടി നമുക്കതിനെ പരിഹരിക്കാൻ സാധിക്കും. നേരെ മറിച്ചിട്ട് ആക്ച്വലായിട്ട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്, ഉദാഹരണത്തിന് ഒരു ബാഹ്യമായിട്ട് പുരുഷന്റെ മസ്കുലൈൻ ആയിട്ടുള്ള അപ്പിയറൻസ് ആണെങ്കിലും ബോഡി ആണെങ്കിലും ആന്തരികമായിട്ട് അത് ഫീമെയിൽ ആയിട്ടുള്ള അവയവങ്ങൾ ആയിരിക്കാം. നേരെ തിരിച്ചിട്ട് ബാഹ്യമായിട്ട് മോർഫോളജിക്കലായിട്ട് നമ്മൾ അതൊരു പെൺകുട്ടിയുടെ ലുക്കാണെങ്കിലും ആന്തരികമായിട്ട് അവർക്ക് പുരുഷന്മാരുടെ അവയവങ്ങൾ ആയിരിക്കാം. ഇതിനെ നമ്മൾ പലപ്പോഴും ഇൻ്റർസെക്സ് എന്ന് പറയും. ഇതിൽ നമ്മൾ പലപ്പോഴും സംഭവിക്കുക പലപ്പോഴും ക്രോമോസോമായിട്ടുള്ള തകരാറുകളാണ് ഉണ്ടാവുക. ഈ എക്സ് ക്രോമോസോം, വൈ ക്രോമോസോം, ഇതിലുള്ള നമ്പറിലുള്ള വ്യത്യാസങ്ങൾ, ഇതൊക്കെയാണ് പലപ്പോഴും അതിലുണ്ടാവുക. ഇതിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ എഫക്റ്റീവായിട്ടുള്ള പല ട്രാൻസ്ഫോർമേഷൻ സർജറികളും ഉണ്ട്. അതായത് ബാഹ്യമായിട്ട് അതൊരു പുരുഷൻ മാതിരിയാണെങ്കിൽ അപ്പോൾ പുരുഷൻ്റെ ലിംഗവും പെനിസും എല്ലാം സർജറി ചെയ്തിട്ട്, പ്ലാസ്റ്റിക് സർജറി ചെയ്തിട്ട് അത് കറക്റ്റ് ചെയ്യാനും അതിലെ പെനൈൽ ഇംപ്ലാന്റ്സും ഒക്കെ വെച്ചിട്ട് അത് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. നേരെ മറിച്ചിട്ട് അത് തിരിച്ചാണെങ്കിൽ ബാഹ്യമായിട്ട് സ്ത്രീകളുടെ ഒരു നേച്ചറാണ്, ആന്തരികമായിട്ട് അത് പുരുഷ ഹോർമോണിൻ്റെ ഇതാണെങ്കിൽ അവരുടെ എക്സ്റ്റേണൽ ജെനൈറ്റാലിയ, അത് ബാഹ്യമായിട്ടുള്ള ലൈംഗിക അവയവങ്ങളെ, യോനിയെയും പുറത്തുള്ള ലേബിയ, പ്യൂബിസ്, അതൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് സർജറി വഴി റീക്രിയേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അപ്പോൾ അത്തരത്തിൽ അവർക്കൊരു ജെൻഡർ അസൈൻമെന്റ് കൊടുക്കാനും പുരുഷന്റെ അപ്പിയറൻസ് ഉള്ള ആളെ ആക്ച്വൽ പുരുഷനായിട്ടും സ്ത്രീയുടെ അപ്പിയറൻസ് ഉള്ള ആളെ ആക്ച്വൽ സ്ത്രീകളായിട്ടും സ്വീകരിക്കാൻ പറ്റും. പിന്നെ ഗൊണാഡൽ ഡിസ്ജനസിസ് എന്ന് പറയും. അതായത് നമ്മൾ ഗൊണാഡ്സ് സെപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഏകദേശം 4 മാസം 6 മാസത്തിൻ്റെ ഇടയിലുള്ള ഒരു കാലഘട്ടത്തിലാണ് പുരുഷനായിട്ടും സ്ത്രീയായിട്ടും സെപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസ്ജനസിസ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉള്ളിൽ യൂട്രസ് മാതിരിയുള്ള ഓവറീസ് ഉണ്ടായിരിക്കും, പക്ഷെ ബാഹ്യമായിട്ട് അത് ഡിസ്ജനസിസ് ആയിട്ട് വജൈന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ സ്ത്രീകളിലാണെങ്കിൽ പുരുഷ ഹോർമോണുകളെ അമിതമായി ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകൾ ഉണ്ടാവും. അഡ്രീനൽ ഗ്രന്ഥിയിൽ അല്ലെങ്കിൽ അണ്ഡാശയത്തിലൊക്കെ അത്തരത്തിലുള്ള പുരുഷ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ട്യൂമറുകളുണ്ടാവും. ഇതൊക്കെ എന്താണെന്നുള്ളത് കണ്ടെത്തിയിട്ട് അതിന് കൃത്യമായിട്ടുള്ള കൗൺസിലിംഗ് ആണെങ്കിൽ കൗൺസിലിംഗ്, മറ്റുള്ള പരിഹാരങ്ങളാണെങ്കിൽ അങ്ങനെ. അല്ലാതെ അവരെ നമ്മൾ സമൂഹത്തിൽ ഡിസ്ക്രിമിനേറ്റഡ് ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് നമ്മളായിട്ട് തള്ളിവിടരുത്. അത് അതിൽ പ്രധാനമാണ്.
ഡോക്ടറെ, നമുക്കറിയാം ഇപ്പോൾ XX ക്രോമസോം ആണ്, അല്ലാതെ XY ക്രോമസോം അങ്ങനെയാണ് കൂടുതൽ നമ്മൾ കേട്ട് പഠിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ വരുന്നത് XXY അല്ലേ, അതുപോലെ തന്നെ XXX ഇങ്ങനത്തെ ഓരോന്നും വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ മാറി വരുമ്പോഴാണോ ഈ ഒരു ട്രാൻസ്ജെൻഡറിലേക്കോ അല്ലെങ്കിൽ ഒരു ട്രാൻസ് വുമണിലേക്കൊക്കെ പോകുന്നത്? അതൊരു ഇത് ഇന്റേണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ജനറ്റിക് അസൈൻമെന്റ് നമ്മൾ XX ആണെങ്കിൽ മാത്രമാണ് അത് പ്രോപ്പർ ഫീമെയിൽ, XY ആണെങ്കിൽ പ്രോപ്പർ മെയിൽ. അതിലൊരു Y ക്രോമോസോമോ X ക്രോമോസോമോ അഡീഷണൽ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും അത് ഗർഭാവസ്ഥയിൽ തന്നെ കുട്ടികൾ അലസി പോകുന്നൊരവസ്ഥ ഉണ്ടാവും. പക്ഷെ ജനിച്ചു കഴിഞ്ഞാൽ ഇതുമാതിരിയുള്ള ഇന്റർസെക്സിലേക്ക്, ഗൊണാഡൽ ഡിസ്ജെനസിസിലേക്ക് അത് മാറാം. അത് ഈ നമ്മളിപ്പോ സ്കാനിങ്ങിലൂടെ അതിലൊന്നും അത് പലപ്പോഴും അറിയാൻ പറ്റില്ല. അത് ഗ്രോ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ജനിച്ച ഉടനെയുള്ള ടെസ്റ്റുകളിലൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റും. സംശയം ഉണ്ടെങ്കിലല്ലേ ടെസ്റ്റ് ചെയ്യുള്ളൂ. സംശയം തോന്നുന്നത് പലപ്പോഴും അവരങ്ങനെ വളർന്നു തുടങ്ങുമ്പോഴായിരിക്കും നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ആർത്തവം വരാതിരിക്കുക, ആർത്തവം ഒട്ടുമില്ലാത്തവർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാം. അല്ലെങ്കിൽ നമ്മൾ സ്പേം ടെസ്റ്റ് ചെയ്യുമ്പോൾ 0 കൗണ്ട് ആയിരിക്കുമ്പോൾ നമ്മൾ ജനറ്റിക് ടെസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ തിരിച്ചറിയും. ഓക്കെ, അങ്ങനെയാണ് തിരിച്ചറിയാറ് അല്ലേ. ഓക്കെ, ഇപ്പോൾ പുരുഷന്റെ ഒരു രൂപം ആണ്, മൊത്തത്തിൽ പുരുഷനാണ്. അപ്പോൾ പുരുഷനായ ഒരാൾ സ്ത്രീയായിട്ട് മാറാറുണ്ട്. അപ്പൊ അതൊക്കെ സംഭവിക്കുന്നത് ഈ ചെറുതിലെ ഇങ്ങനെ വളർത്തിക്കൊണ്ട് വരുന്നതിന് അത് അവർക്ക് ഏതാണ് അവർക്ക് കംഫർട്ടബിള് ആ സെക്സിലേക്ക് കൺവെർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോഴും. മനസ്സിലായി? എങ്ങനെയാണ് അവരുടെ സോഷ്യൽ സെറ്റപ്പ്, അവർക്ക് എങ്ങനെയാണ് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സെക്ഷൽ ജെൻഡർ അസൈൻമെന്റ് ഏതാണ്, അതിലേക്ക് മാറ്റലാണ് ഈ പറഞ്ഞ ട്രാൻസ്ഫോർമേഷൻ സർജറീസിന്റെ പർപ്പസ്. ഇപ്പോഴും സമൂഹത്തിൽ കുറെ അംഗീകരിക്കപ്പെടാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊരിക്കലും ശരിയായ ഒരു കാര്യമല്ല. നമ്മളിപ്പോൾ ഇന്ത്യയിൽ വളരെ നമുക്ക് മാത്രമായ ഒരു സംസ്കാരമുണ്ട്. അപ്പോൾ എങ്കിൽ പോലും നമ്മളത് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മളുടെ സർക്കാരിൻ്റെയും പോപ്പുലേഷൻ്റെയൊക്കെ ഒരു ഗുഡ് വില്ലാണ് ആക്ച്വലി. അപ്പോൾ അത് അക്സെപ്റ്റബിൾ ആയി ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സിലേക്ക് വരാമെന്ന് പറഞ്ഞാൽ ആസ് ഓഫ് ഇന്ത്യയിൽ സിസ്റ്റംസ് അനുസരിച്ച് ദർ ഇസ് നോ ഡിസ്ക്രിമിനേഷൻ, നോ സ്കോപ്പ് ഫോർ ഡിസ്ക്രിമിനേഷൻ. പക്ഷേ അത് പലപ്പോഴും പല സ്ഥലങ്ങളിലും റിലീജിയസ് കാരണങ്ങളാകാം, അല്ലെങ്കിൽ അവരുടെ പല കമ്മ്യൂണിറ്റിയുടെ ഇഷ്യൂസ് ആവാം. അങ്ങനെയൊക്കെയാണ് പല സ്ഥലങ്ങളിലും അത് വരുന്നത്. ബട്ട് നമ്മൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പാടില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് ദെയർ ഫോൾട്ട്. ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഫീമെയിൽ ആയിട്ടുള്ള ഒരാൾക്ക് കൂടുതലും മെയിൽ ഹോർമോൺസ് കൂടുന്നത് കൊണ്ടാണ് ചിലപ്പോൾ അവർ മെയിലിലേക്ക് പോകുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെയിലായിട്ടുള്ള ഒരാൾക്ക് ഫീമെയിൽ ഹോർമോൺസ് കൂടുന്നത് കൊണ്ടായി. അപ്പോൾ ഈ ഹോർമോൺസ് നമുക്ക് കുറയ്ക്കാനും അതിനു വേണ്ടിയുള്ള മെഡിസിനും കൊടുത്ത് കറക്റ്റായിട്ട് ആക്കാം. അതൊരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞാൽ അതിൻ്റെ മാറ്റങ്ങൾ വളരെ കുറവായിരിക്കും. ഓക്കെ, ഇപ്പോൾ ഒരു ഫീമെയിൽ നേച്ചർ അല്ലെങ്കിൽ ആൻഡ്രോജൻ അല്ലെങ്കിൽ പുരുഷ ഹോർമോൺ കുറവാണെങ്കിൽ നമുക്ക് പുരുഷ ഹോർമോൺ സപ്ലിമെൻറ്റ് ചെയ്യാം. അപ്പോൾ അവർക്ക് രോമവളർച്ച ഇല്ലാതിരിക്കുന്ന ആൾക്ക് രോമവളർച്ച വരാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ ചെയ്യാം. പക്ഷേ സ്ത്രീകളിൽ അത്തരത്തിലുള്ള എഫക്റ്റുകൾ നമ്മൾ ഈ സ്ത്രീകളുടെ ഈസ്ട്രോജൻ ഹോർമോണുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബ്രസ്റ്റ് ഡെവലപ്മെൻ്റ് ആയാലും ചുരുങ്ങിയിരിക്കുന്ന യൂട്രസ് ആയാലും ഒക്കെ നമുക്ക് അത് ആ സെയിം സെക്സിലേക്ക് നമുക്ക് പ്രോഗ്രസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഒരു പുരുഷനായിരുന്ന ഒരാൾ സ്ത്രീയായിരുന്ന ഒരാൾ പുരുഷനായി. പക്ഷേ ഇടയ്ക്ക് നമ്മൾക്ക് ഒരു ന്യൂസ് കണ്ടായിരുന്നു, ആ സ്ത്രീ ആയിരുന്ന ആള് പുരുഷനായതിനു ശേഷം ഗർഭം ധരിച്ചു. അപ്പൊ ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഗർഭം ധരിക്കാനായിട്ടാണെന്നുണ്ടെങ്കിലും മെന്റലി നമ്മൾ അത്രയും ഒരു അമ്മ എന്നുള്ള ഒരു രീതിയിൽ പ്രിപ്പയർഡ് ആയിരിക്കണം. ഒത്തിരി പേരുടെ കമന്റ്സും ഇതായിരുന്നു, പിന്നെ എന്തിനാണ് ഇവര് ആണായത് അല്ലെങ്കിൽ അച്ഛൻ അമ്മയായി എന്ന് പറഞ്ഞിട്ടൊക്കെയുള്ള കമന്റ്സ് ആയിരുന്നു കൂടുതൽ. അതില് കമന്റ്സ് പറയുന്നവർക്കേ ആ പർട്ടിക്കുലർ ആളുടെ മാനസികാവസ്ഥ കറക്റ്റ് അറിയണ്ടാവില്ല. കമന്റ് ഇന്നത്തെ കാര്യത്തിൽ സോഷ്യൽ മീഡിയയിൽ എന്തിനു വേണമെങ്കിലും കമന്റ് ഇടാലോ. പുറത്ത് എഴുന്നേറ്റെന്ന് പറയാൻ സാധിക്കാത്ത എല്ലാവരും കമന്റ് ഇടും. പക്ഷേ ഇതിൽ നമ്മൾ ആ പർട്ടിക്കുലർ ആ ഇൻഡിവിജ്വലില് സ്ത്രീ പുരുഷനായി എന്നുള്ളതാണല്ലോ പറഞ്ഞത്. അപ്പം അതിൽ എക്സ്റ്റേണൽ ജെനൈറ്റാലിയസ് ആണ് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും, ചേഞ്ച് ചെയ്യാൻ പറ്റുക. ഉള്ളിലത്തത് പലപ്പോഴും ആ സിറ്റുവേഷനിലിരിക്കും. വളരെ അപൂർവമായാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കും. അപ്പൊ അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവർക്ക് പിന്നീട് പ്രഗ്നന്റ് ആവാൻ പറ്റിയത്. ഓക്കെ, അപ്പൊ ഉള്ളിലും സ്ത്രീ തന്നെയല്ലേ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇടയിൽ ഇങ്ങനെയുള്ള കുറച്ച് കമ്മ്യൂണിറ്റീസും ഉണ്ട്, അവരെയും നമ്മൾ ചേർത്ത് പിടിക്കുക. നമ്മളെല്ലാവരും മനുഷ്യരാണ് എന്നൊരു പരിഗണന എപ്പോഴും നൽകാം, അല്ലേ ഡോക്ടർ? താങ്ക് യു ഡോക്ടർ, ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ നമ്മളോടൊപ്പം ചേർന്നതിന്. താങ്ക് യു സോ മച്ച്.